ഹായ് ഫ്രണ്ട്സ്, ദിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മീൻ വളർത്തുന്ന ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ ഡയറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ജീവനുള്ള മീനെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. സിലോപ്പിയ മീനാണിത് കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ മീൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വരഞ്ഞിട്ട് അതിലേക്ക് പച്ചക്കുരുമുളക്, കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഒലിവ് ഓയിൽ, നാരങ്ങാനീര് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ച് ഉപ്പ് പാകത്തിന് ഇട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഉപ്പ് ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഗ്രില്ലിന് ഉപ്പ് മുമ്പോട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതൊരു 3 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ വെച്ചാൽ ഇതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് മീനിലേക്ക് ചേരുന്നതിന് വേണ്ടിയാണ് ഫ്രിഡ്ജിൽ ഇത് ഒരു 3 മണിക്കൂർ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മീനയിൽ ഈ ചേരുവകളെല്ലാം നന്നായിട്ട് അതിലേക്ക് ചേരുന്നത് വരെ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുക. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, മീൻ വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വരയണം. വരഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ചേരുവകളൊക്കെ ചേർത്ത് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളെല്ലാം തന്നെ അതിൽ മിക്സ് ചെയ്യണം. ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മളിത് മൈക്രോ ഓവനിൽ വെച്ച് ഒന്ന് വേവിക്കണം. അപ്പം നമ്മൾ ആദ്യമേ പാത്രത്തിലേക്ക് 3 മീനുകളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ മൈക്രോ ഓവൻ സെറ്റ് ചെയ്യണം. അപ്പം ഈ മീനിൽ നന്നായിട്ട് ചേരുവകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 3 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് ഇതിലെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മൈക്രോ ഓവനിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് നമ്മൾ 900 വാൾട്ടാണ് ഇതിൻ്റെ വേണ്ടുന്നത്. സെറ്റ് ചെയ്ത് വെക്കേണ്ടത് 10 മിനിറ്റത്തേക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. സെറ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മൾ അത് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലേക്ക് ഈ ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള ഫിഷിനെ അതിനകത്ത് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നോക്കണം, ഫിഷ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. 3 ഫിഷ്, നമുക്കിവിടെ 3 ഫിഷാണുള്ളത്. അത് 3 നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഈ സിലോപ്പിയ ഫിഷ് ഉണ്ടല്ലോ, നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് നല്ല ഫിഷാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ പച്ചക്കുരുമുളകും ഈ കാന്താരിയൊക്കെ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല എരിവുമായിരിക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതൊന്ന് ഉണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല രുചിയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് ഓവനകത്ത് നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. പക്ഷെ വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റും കൂടെ വെക്കണം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇതൊന്ന് 10 മിനിറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇത് വെന്ത് കിട്ടാറായി 10 മിനിറ്റ് ആകാറായി വരുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മളുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യുക. ഒരു കോർക്ക് വെച്ച് നമുക്ക് ഇതൊന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊരു 10 മിനിറ്റും കൂടി ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ഫിഷ് ആയിട്ടില്ല, അത് വെന്തിട്ടില്ല, അത് പച്ചക്ക് തന്നെ ഇരിക്കുവാണേ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ വേവിക്കാനായിട്ട് വെക്കണം. അത് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ 10 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുക. ഇപ്പം നമ്മുടെ ഫിഷ് നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രിൽ സ്റ്റാൻഡിലാണ് ഫിഷ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓവനകത്ത് തന്നെയാണ് ഗ്രില്ല് ചെയ്യാനും വെക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഓവനകത്ത് ഗ്രില്ല് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം.
അപ്പോൾ ഇതിനകത്ത് 200 ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് നോക്കാമെങ്കിൽ ടെമ്പറേച്ചർ കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം 200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാക്കുമ്പോൾ ഗ്രില്ല് നന്നായിട്ട് ഗ്രില്ലായിട്ട് നമുക്ക് കിട്ടും. നമ്മളിത് ഗ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചു വെച്ചിട്ട് മീനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മളതൊരു ഒന്നും കൂടി ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് രണ്ട് സൈഡും ഒരുപോലെ ഗ്രില്ല് ചെയ്ത് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി. അതിന് ശേഷം അതെടുത്ത് നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ്. നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മീനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കളറ് പച്ചയാണെങ്കിൽ ഇതിന് നല്ല എരിവുണ്ട്. കാരണം നമ്മൾ പച്ചക്കുരുമുളകും കാന്താരിയുമാണ് ചേർത്തേക്കുന്നത്. മുളക് പൊടി ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും, പക്ഷേ ഇത്രയും രുചി കിട്ടത്തില്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഫിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.